വിജയേട്ടാ നമസ്കാരം. നമസ്കാരം. വിജയേട്ടാ, ഇറാനും അമേരിക്കയും തമ്മിലുള്ള യുദ്ധം, ഈ യുദ്ധത്തിൽ എന്തും ഏത് നിമിഷവും സംഭവിക്കാം എന്ന് പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം ട്രംപിന്റെ സ്വഭാവത്തിലുള്ള ചില മാറ്റങ്ങളാണ്. കാരണം ട്രംപ് ഇന്ന് പറയുന്നതല്ല നാളെ പറയുന്നത്, നാളെ പറയുന്നതല്ല മറ്റന്നാൾ പറയുന്നത്. അപ്പൊ ഇത് മുതലെടുത്തുകൊണ്ട് ഇസ്രായേൽ ലെബനിലേക്ക് കനത്ത ആക്രമണം നടത്തിയിട്ടുണ്ട്. ലെബനിലേക്ക് കനത്ത ആക്രമണം ഇസ്രായേൽ നടത്തുമ്പോൾ അവിടെ ബി-4 കോട്ട പിടിച്ചെടുത്തിട്ടുണ്ട്. 300 ഗ്രാമങ്ങളിൽ ആക്രമണം നടത്തിയവരോട് ഒഴിഞ്ഞു പോകാൻ പറഞ്ഞിട്ടുണ്ട്. ബെയ്റൂട്ടിലേക്ക് ഇസ്രായേൽ കടന്നിട്ടുണ്ട്. അതിനുശേഷം ട്രംപിന്റെ അടുത്ത നിലപാടെന്ന് പറയുന്നത് നിനക്ക് വട്ടാണ് എന്നാണ് നെതന്യാഹുവിനോട് ട്രംപ് പറഞ്ഞത്. നെതന്യാഹുവിനെ രൂക്ഷമായ ഭാഷയിൽ ട്രംപ് വിമർശിച്ചു. അതിനുശേഷം ഇപ്പോൾ അവിടെ ഒരു വെടിനിർത്തൽ പ്രഖ്യാപനം ഉണ്ടായി എന്ന് കേൾക്കുന്നു. അപ്പൊ ട്രംപിന്റെ ഈ സ്വഭാവം ഉണ്ടല്ലോ, ഈ മൾട്ടിപ്പിൾ ഡാഡി ഡിസോർഡർ കാരണം അമേരിക്കക്കാർ തന്നെ പൊറുതിമുട്ടിയിരിക്കുകയാണ്. അതുകൊണ്ട് അവർ ഒരു തീരുമാനമെടുത്തു. ആ തീരുമാനം എന്ന് പറഞ്ഞാൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് സ്വന്തം പാർലമെന്റിൽ വലിയ രാഷ്ട്രീയ തിരിച്ചടി നേരിട്ടു എന്നാണ് മാധ്യമങ്ങൾ വാർത്ത കൊടുത്തിരിക്കുന്നത്. ഇറാനെതിരായ യുദ്ധം നിർത്താനും അമേരിക്കൻ സൈന്യത്തെ അവിടെ നിന്ന് പിൻവലിക്കാനുമുള്ള ഒരു സുപ്രധാന പ്രമേയം US പാർലമെന്റിന്റെ അധോസഭയായിട്ടുള്ള പ്രതിനിധി സഭ പാസാക്കി എന്നുള്ളതാണ്. ഈ പ്രമേയത്തിന്റെ പ്രധാന ഇതിവൃത്തം എന്ന് പറയുന്നത് ട്രംപിന്റെ സകല അധികാരങ്ങളും എടുത്തു കളഞ്ഞു. ഇനി ട്രംപിന് അങ്ങോട്ടേക്ക് സൈന്യത്തിന് ഇറക്കാനോ അവിടെ നിന്ന് സൈന്യത്തിനെ പിൻവലിക്കാനോ നീ അങ്ങോട്ട് പോ നീ ഇങ്ങോട്ട് വാ എന്ന് പറയാനോ സാധിക്കില്ല എന്നുള്ളതാണ് ഈ പ്രമേയത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ഇതിവൃത്തം, കണ്ടന്റ് എന്ന് പറയുന്നത്. അതോടുകൂടി ട്രംപ് ഏകദേശം ഒരു തീരുമാനത്തിലായി എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. 7 വോട്ടുകളുടെ കുറഞ്ഞ ഭൂരിപക്ഷത്തിലാണ് ഈ നിർദ്ദേശം പാസ്സായത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരുപക്ഷെ ട്രംപിന്റെ പാർട്ടി പോലും ഇത് ആഗ്രഹിച്ചിരുന്നു എന്നാണ് അമേരിക്കൻ മാധ്യമങ്ങൾ പ്രധാനമായിട്ടും എഴുതുന്നത്. കാരണം ഒരു നിവൃത്തിയും ഇല്ല ഇയാളെ കൊണ്ട് എന്നുള്ളത് കൊണ്ടാണ് ലോകം മുഴുവൻ ഇയാൾ പ്രതിസന്ധിയിലാക്കി. അതെ, ലോകം മുഴുവൻ ഇയാള് പ്രതിസന്ധിയിലാക്കി. എണ്ണവില ഉൾപ്പെടെ ലോകത്ത് കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയിൽ അടക്കം അറിയാം നമുക്കുണ്ടാകുന്ന പ്രതിസന്ധി എനിക്കറിയാം. അപ്പൊ സത്യത്തിൽ ഇപ്പൊ അമേരിക്കക്കാർ തന്നെ മുൻകൈ എടുത്ത് ഇയാളെ ചവിട്ടി പുറത്താക്കുന്നത് ഇറാന്റെ ഒരു വിജയമായിട്ട് നമുക്ക് കണക്കാക്കാൻ സാധിക്കുമോ? നെക്സ്റ്റ് മൂവ് എന്തായിരിക്കും? കാരണം ഈ സമാധാന ചർച്ചകൾ ഇപ്പൊ നിർത്തിവെച്ചിരിക്കുകയാണ്, പരാജയപ്പെട്ടു എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് മൂവ് ഇനി എന്തായിരിക്കും ഇതിൽ? ഇറാന്റെ ഒരു വലിയ വിജയമാണ് ഇന്ന് വന്ന മറ്റൊരു വാർത്ത. ലബനനിൽ ഇസ്രായേൽ ഒരു വെടിനിർത്തൽ കരാർ പ്രഖ്യാപിച്ചു. 45 ദിവസം നീണ്ടു നിൽക്കുന്ന വെടിനിർത്തൽ കരാറാണ്. അത് ഇറാന്റെ ഒരു വലിയ വിജയമെന്ന് ഞാൻ പറയാൻ കാരണം, ഈ യുദ്ധം തുടങ്ങിയ സമയത്ത് തന്നെ ഇറാൻ മുൻപോട്ട് വെച്ച ഡിമാൻഡുകളിൽ പരമപ്രധാനമായ ഒരു ഡിമാൻഡ്, ഫസ്റ്റ് ഡിമാൻഡ് എന്ന് പറയുന്നത് തന്നെ ലെബനനിൽ ഇസ്രായേൽ നടത്തുന്ന ആക്രമണങ്ങൾ സ്റ്റോപ്പ് ചെയ്യണം. ഇനി അവരെ ആക്രമിക്കരുത്. കാരണം ഹിസ്ബുള്ളയാണ്, ഇറാന്റെ പ്രോക്സിയാണ്, ഇറാന്റെ കീഴിലുള്ള സംഘടനകളാണ് അതൊക്കെ. അപ്പൊ അതുകൊണ്ട് അത് ചെയ്യരുത് എന്ന് തുടക്കം മുതലേ തന്നെ പറയുന്നത് അവരുടെ ഡിമാൻഡുകളിൽ ഒന്നാണത്. അപ്പോ പിന്നീട് അവരുടെ ഉപരോധം പിൻവലിക്കുക, അവരുടെ മരവിപ്പിച്ച സ്വത്തുക്കൾ വിട്ടുകൊടുക്കുക, ഇങ്ങനെ ഒരുപാട് ഡിമാൻഡുകൾ അവർ ഇറാൻ മുൻപോട്ട് വെക്കും. ഇത് തുടക്കം മുതലേ അവർ വെക്കുന്ന ഡിമാൻഡ്, പുതിയതായിട്ട് വന്ന ഡിമാൻഡ് അല്ലത്. പക്ഷേ ഈ കഴിഞ്ഞ കുറെ നാളുകൾ ഈ യുദ്ധം തുടങ്ങിയതിനു ശേഷം, ഞാൻ പണ്ടും പറഞ്ഞിട്ടുണ്ട്, നമ്മൾ പണ്ട് ഈ യുദ്ധം തുടങ്ങുന്നതിന് മുമ്പും യുദ്ധം തുടങ്ങിയ സമയങ്ങളിലൊക്കെ ഞാൻ സ്ഥിരമായി പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ യുദ്ധത്തിനകത്ത് നേട്ടമുണ്ടാക്കിയ ഒരേ ഒരു രാജ്യം ഇസ്രായേലാണ്. അവരെ സംബന്ധിച്ച് ലെബനന്റെ കുറെ ഭാഗം പിടിച്ചെടുക്കണം എന്നത് അവരുടെ ലക്ഷ്യങ്ങളിൽ ഒന്നാണ്. അത് അവർ ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. ഗസയിൽ ഏതാണ്ട് 70% അവർ ഭൂമി കൈവശം. ഇന്നിപ്പോ എവിടെയെങ്കിലും ഗസയുടെ വാർത്ത കാണുന്നുണ്ടോ? ഗസയെ കുറിച്ച് ആരെങ്കിലും പറയുന്നത് കേൾക്കുന്നുണ്ടോ? ഇല്ല. ഇതിലെല്ലാം മുങ്ങിപ്പോയി. ഇതായിരുന്നു ഇസ്രായേലിന്റെ ആവശ്യവും. കാരണം ഈ ഗസയിലും ഒപ്പം തന്നെ ഈ പറയുന്ന ലെബനനിലും അവർ ആക്രമണം നടത്തുമ്പോൾ ഇറാന്റെ സപ്പോർട്ട് അവർക്ക് കിട്ടരുത്, ഹിസ്ബുള്ളയ്ക്ക് കിട്ടരുത് എന്ന് ഇസ്രായേൽ ആഗ്രഹിച്ചിരുന്നു. കാരണം ഇറാനാണല്ലോ ഇതെല്ലാം ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ഇറാനെ തകർക്കുക, ഒരു സൈഡിൽ ഇറാനെ തകർത്തോണ്ടേ ഇരിക്കുക, കാരണം അവരെ കെട്ടിയിടുക, അവിടെ നിന്ന് അവർക്ക് വേറെ ചലിക്കാൻ കഴിയാത്ത വിധത്തിലേക്ക് അവരെ അവിടെ തളച്ചിടുക, ഇപ്പുറത്തെ സൈഡിൽ അവർ ചെയ്യുക. അങ്ങനെ അവരത് ചെയ്ത് മുമ്പോട്ട് പോയിരുന്നു. ഇത് തന്നെയായിരുന്നു ഈ ചർച്ചയുടെ ഒരു വലിയ കീറാമുട്ടി. ഇപ്പോഴത് മാറിയിരിക്കുന്നു. 45 ദിവസത്തെ വെടിനിർത്തൽ കരാർ ലെബനനും ഇസ്രായേലും ചേർന്ന് ഒപ്പുവെച്ചിരിക്കുന്നു. ഈ 45 ദിവസത്തിനകം ഇവരുടെ തെക്കൻ മേഖലയിൽ നിന്ന് ഹിസ്ബുള്ളയുടെ ഈ പറയുന്ന ഭീകരം അല്ലെങ്കിൽ പോരാളികൾ അവിടെ നിന്ന് പിന്മാറും ഘട്ടം ഘട്ടമായിട്ട്. ഈ 45 ദിവസത്തിനുള്ളിൽ അവർ പിന്മാറും. അവരവിടെ ഉണ്ടാകില്ല. ഇസ്രായേലിനെ അവരെ ആക്രമിക്കില്ല. അവരവിടെ ഉണ്ടെങ്കിൽ ആക്രമിക്കും, ഇല്ലെങ്കിൽ ആക്രമിക്കില്ല. അവർ പിന്മാറാനുള്ള ഒരു ആയിക്കഴിഞ്ഞിരിക്കുന്നു. ഒന്നാമത്തെ ഡിമാൻഡ് അതാണ്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇറാൻ കുവൈറ്റിലും ബഹ്റിനിലും ഒരു ആക്രമണം നടത്തിയിരുന്നു. ആക്രമണം നടത്തിയപ്പോൾ അവർ ശരിക്കും അത് അമേരിക്കയ്ക്ക് കൊടുത്ത മുന്നറിയിപ്പല്ലത്, ഇസ്രായേലിന് കൊടുത്ത മുന്നറിയിപ്പാണ്. കാരണം നിങ്ങൾ ഇത് അവിടെ ചെയ്താൽ ഞങ്ങൾ അതിന് തിരിച്ചടി ഇവിടെ കൊടുക്കും എന്ന്. ഇതോടുകൂടിയാണ് ട്രംപ് വളരെ ശക്തമായ ഭാഷയിൽ ഇസ്രായേലിനെ താക്കീത് ചെയ്യുക, നിങ്ങൾ അത് നിർത്തുക. കാരണം അത് നിർത്താതെ ചർച്ചയില്ല എന്ന് അവസാന നിമിഷം ഇറാന് പറയേണ്ടി വന്നു. അങ്ങനെ ഇറാന്റെ ഒരു വാശി, ഇല്ലെങ്കിൽ ഇറാൻ മുമ്പോട്ട് വെച്ചൊരു കാര്യമാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. 45 ദിവസത്തേക്കുള്ളൂ വെടിനിർത്തലാണ്, എപ്പോ വേണേൽ പൊട്ടാം. ഇസ്രായേൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് പറയാനൊന്നും പറ്റത്തില്ല എത്ര ദിവസം നിൽക്കുമെന്നൊന്നും. പക്ഷെ എങ്കിലും അങ്ങനെ ഒന്ന് വന്നു എന്നുള്ളത്. കാരണം ഇനി ഇപ്പൊ ചർച്ചയ്ക്കൊരു പുതിയ വഴി തുറക്കുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. ഇന്നലെ കുവൈറ്റിലെ എയർപോർട്ടിന് നേർക്ക് ആക്രമണം ഉണ്ടായതിനെ കുറിച്ച് ഇറാൻ പറഞ്ഞത് ഞങ്ങളുടെ കുഴപ്പമല്ല, അത് അവരുടെ പേട്രിയറ്റ് മിസൈൽ
വ്യോമ പ്രതിരോധ സംവിധാനം, അതായത് ഈ അമേരിക്കയുടെ വ്യോമ പ്രതിരോധ സംവിധാനത്തിന്റെ പാളിച്ച കൊണ്ടാണ് മിസൈൽ അവിടെ വീണത്. ഇല്ലെങ്കിൽ ഞങ്ങൾ കൊടുത്ത ലക്ഷ്യത്തിൽ വീണേനെ, ഇല്ലെങ്കിൽ അത് തകർത്ത് കളയാൻ പറ്റുമായിരുന്നു. അത് പറ്റിയില്ല, അപ്പൊ വീണു എന്നുള്ളതാണ് അവർ പറഞ്ഞത്. ഞങ്ങൾ അത് മനഃപൂർവ്വം ചെയ്തതല്ല എന്നാണ് ഇറാൻ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം. ഇതാണ് ഈ ഹോർമുസിനെ സംബന്ധിച്ച് നിൽക്കുന്ന ഒരു കാര്യം. ഇതിനിടയിൽ രണ്ടു കൂട്ടരും ആക്രമണ പ്രത്യാക്രമണ വാർത്തകളും പുറത്തുവിടുന്നുണ്ട്. ഇറാൻ വാർത്താ ഏജൻസിയായ ഫർസ പറയുന്നത് കഴിഞ്ഞ ദിവസം അമേരിക്കയുടെ യുദ്ധക്കപ്പലിന് ഇറാന്റെ ബോട്ടുകൾ ആക്രമിച്ചു എന്നാണ്. അമേരിക്ക പറയുന്നത് അങ്ങനെ സംഭവിച്ചിട്ടില്ല എന്ന് പറയുന്നത്. അതിനിടയിലാണ് ധനുഷ് പറഞ്ഞ ഈ വാർത്ത വന്നിരിക്കുന്നത്. അതായത് 90 ദിവസം വരെ യുദ്ധം സ്വന്തം ഇതിൽ ഇഷ്ടപ്രകാരം യുദ്ധം ചെയ്യാനുള്ള അവകാശമാണ് ഈ അമേരിക്കൻ പ്രസിഡന്റുമാർക്ക് സാധാരണ ഉള്ളത്. അതിനുശേഷം 90 ദിവസം കഴിഞ്ഞ് എക്സ്റ്റെൻഡ് ചെയ്യണം. അതിന് ഈ സഭയുടെ, അവരുടെ കോൺഗ്രസിന്റെ പിന്തുണ അവർക്ക് അനിവാര്യമാണ്. അപ്പം അത് നിർത്തി. പക്ഷെ ഇവിടെ വേറൊരു ഓപ്ഷൻ ഉണ്ട്. ഈ എമർജൻസി എന്ന് പറഞ്ഞിട്ട് 15 ദിവസമോ 20 ദിവസമോ എങ്ങാണ്ട് ഇത്തരത്തിൽ സൈനികരെ മറ്റൊക്കെ മൂവ് ചെയ്യിക്കാൻ പ്രസിഡന്റിന് ഒരു വീറ്റോ പവർ പോലെ ഒരു പവർ ഉണ്ട്. ഒരുപക്ഷെ ട്രംപ് അത് യൂസ് ചെയ്തേക്കാം. ട്രംപ് ആയതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, വേറെ ആരും അത് ചെയ്യത്തില്ല. ട്രംപ് ആയതുകൊണ്ട് ചിലപ്പം ഇത് അവിടെ നിന്നുകൊണ്ട് തന്നെ കാരണം ഈ 90 ദിവസത്തിന് മേളിൽ യുദ്ധം നീട്ടിക്കഴിഞ്ഞാൽ ഒരു കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ യുദ്ധത്തിന് ആവശ്യമായ ഫണ്ട് ഈ സഭയാണ് പാസ്സാക്കി കൊടുക്കേണ്ടത്. അവരത് പാസ്സാക്കില്ല. അവിടെയാണ് അതിന്റെ വിഷയം നിൽക്കുന്നത്. അല്ലാതെ വേറെ വിഷയങ്ങളൊന്നും അതിൽ വരുന്നില്ല പ്രധാനമായിട്ടും. അപ്പൊ ഇതിനകത്തൊരു എമർജൻസി എന്ന് പറയുന്ന ഒരു പീരീഡ്സ് ഉണ്ട്. അത് പ്രസിഡന്റിന്റെ വിവേചന അധികാരമാണ്. അത് അദ്ദേഹത്തിന് എപ്പോൾ വേണമെങ്കിലും ചെയ്യാം. ഇപ്പോൾ ഈ 90 ദിവസത്തിനകം ഞങ്ങൾ ഇനി എക്സ്റ്റെൻഡ് ചെയ്യുന്നില്ല എന്ന് അവരുടെ സഭ തീരുമാനിച്ചാലും എമർജൻസി ഘട്ടം വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ശരി എന്നാൽ ട്രംപും തീരുമാനിക്കുകയാണെന്ന് നിർത്തിയിട്ട് പോകാമെന്ന് പറയുമ്പോഴായിരിക്കും ചിലപ്പോൾ ഇറാന്റെ ഭാഗത്ത് നിന്ന് വലിയൊരു ആക്രമണം ഉണ്ടായെങ്കിൽ തിരിച്ചടിക്കാതിരിക്കാൻ കഴിയില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് പിന്നെ ട്രംപ് ആയതുകൊണ്ട് ചിലപ്പോൾ ഇനി എടാപിടി എന്ന് പറയുന്ന എന്തെങ്കിലും ഒരു സംഭവത്തിലേക്ക് പോകുമോ എന്നറിയില്ല. ഏതായാലും ലോകത്തെ എല്ലാ രാജ്യങ്ങളും, ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളൊക്കെ ഏതാണ്ട് ഒരു തീരുമാനത്തിലേക്ക് എത്തി. ഈ അടുത്ത കാലത്തൊന്നും ഈ യുദ്ധം അവസാനിക്കുന്ന ലക്ഷണമൊന്നും കാണുന്നില്ല. അതുകൊണ്ട് തന്നെ എണ്ണയും പിണ്ണാക്കും ഒക്കെ ഇനി വേറെ വഴി കൂടെ കൊണ്ടുവരണം. ഇപ്പോൾ ഒമാനുമായി നമ്മളൊരു കരാർ ഒപ്പിട്ടിരിക്കുന്നു. 2000 കിലോമീറ്റർ ദൈർഘ്യം വരുന്ന ഒരു പൈപ്പ് ലൈൻ കടലിനടിയിലൂടെ 3350 കിലോമീറ്റർ അടിയിൽ കൂടെയാണ് ഈ 2000 കിലോമീറ്റർ വരുന്ന പൈപ്പ് ലൈൻ വരുന്നത്. അതിൽ നമ്മളുടേതാണ് 100%. നമ്മുടെ ഗെയിലൊക്കെയാണ് അതിനകത്ത് ഈ പദ്ധതിയുടെ ഭാഗമായും വരുന്നത്. അത് നമ്മൾ 100% ഇൻവെസ്റ്റ്മെന്റ് നമ്മളാണ് ചെയ്യുന്നത്. അപ്പൊ അത് അവിടുന്ന് കൊണ്ടുവരാൻ അത് വന്നു കഴിഞ്ഞാൽ 200 ദശലക്ഷം ഗ്യാസ് എത്തിക്കാൻ പറ്റും ഇടതടവില്ലാതെ. അതും കൂടെ ലക്ഷ്യം കണ്ടിട്ടാണ്. ഇതേപോലെ തന്നെ ചൈനയും ഇപ്പോൾ ചില മാർഗങ്ങൾ അവലംബിക്കുന്നുണ്ട്. ഗദ്ദാർ വഴിയൊക്കെ ഒരു ലൈൻ കൊണ്ടുവന്നിട്ട് ചൈനയിലേക്ക് കണക്ട് ചെയ്യുന്ന രീതിയിലേക്ക്, അല്ലെങ്കിൽ പാകിസ്ഥാനിൽ കണക്ട് ചെയ്ത് അവിടെ നിന്ന് എത്തിക്കുന്ന രീതിയിലേക്കൊക്കെ. കാരണം എല്ലാവർക്കും ഏറെക്കുറെ മനസ്സിലായിട്ടുണ്ട് ഇതിപ്പോ ഉടനെ ഒന്നും തീരുന്ന വിഷയങ്ങളല്ല, ഇത് നീണ്ടുപോകും എന്നുള്ളത് മനസ്സിലാകുന്നുണ്ട്. കാരണം ഈ നീണ്ടുപോകുക എന്ന് വെച്ചാൽ ഇപ്പോൾ ഈ വ്യാപകമായിട്ടുള്ള ഒരു യുദ്ധത്തിനേക്കാൾ അപ്പുറത്തേക്ക് ഈ ഹോർമുസ് കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു വാറാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഹോർമുസിൽ അവർ ഉപരോധം പ്രഖ്യാപിക്കുന്നു, ഉപരോധത്തിലേക്ക് വരുന്ന കപ്പലുകളെ തടയുന്നു, വെടിവെക്കുന്നു. ഇത് തന്നെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഹോർമുസ് ഈ അടുത്ത കാലത്ത് തുറന്നില്ല എന്നുണ്ടെങ്കിൽ ലോകരാജ്യങ്ങളെ സംബന്ധിച്ചത് വലിയ പ്രതിസന്ധിയിലേക്ക് എത്തും, യാതൊരു ഡൗട്ടും ഇല്ല. അതുകൊണ്ടാണ് ഇന്ത്യ ഇപ്പോൾ അതിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കുന്നതും മുമ്പോട്ട് പോകുന്നതിനെ കുറിച്ച് നമ്മൾ എണ്ണയൊക്കെ സൂക്ഷിച്ചിനി ഉപയോഗിക്കണം എന്ന് നമ്മുടെ പ്രധാനമന്ത്രി പറയുന്ന തലത്തിലേക്ക് നമുക്ക് നീങ്ങുന്നതിന്റെ കാരണം അതാണ്. കാരണം ഈ പ്രതിസന്ധി രൂക്ഷമായി കഴിഞ്ഞാൽ എണ്ണ കിട്ടാക്കനിയായിട്ട് മാറും. ഇപ്പൊ നമുക്ക് എണ്ണ കിട്ടുന്നുണ്ട്, അടച്ചിടേണ്ടി വന്നിട്ടില്ല. മുൻകാലങ്ങളിലൊക്കെ അടച്ചിടേണ്ടി വന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു 91 കുവൈറ്റ് വാർ നടന്നില്ലേ, ആ സമയത്തൊക്കെ നമുക്കിത് കിട്ടാനില്ലായിരുന്നു. അടച്ചിടുക, റേഷനിങ് സമ്പ്രദായം, ക്യൂ വണ്ടി നിന്നിട്ടുണ്ട്, അങ്ങനെയൊക്കെ ഉള്ളവരോട് വന്നിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ നിലവിൽ വരുന്നുണ്ട് എണ്ണ. പക്ഷെ അത് എത്ര നാൾ ഇത് കണക്ക് അനുസൂതം വരും എന്നുള്ള കാര്യത്തിൽ എല്ലാവർക്കും തന്നെ സംശയമാണ്. കാരണം നമുക്ക് മാത്രമല്ലല്ലോ എണ്ണ ആവശ്യമുള്ളത്, ലോകത്തെ എല്ലാവർക്കും എണ്ണ ആവശ്യമുണ്ട്. അപ്പൊ ഈ വരുന്ന സോഴ്സ് കുറവല്ലേ, ഒരിടത്തുനിന്ന് തന്നെ എല്ലാവർക്കും ഇത് ചെയ്ത് പോകണം. ഇപ്പോൾ അമേരിക്കയാണ് ഇപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ഗ്യാസ് എത്തിക്കുന്നത്. ഇപ്പൊ ഇവിടെ നമ്മുടെ ഈ പറയുന്ന ഒരുപാട് പേര് വ്യാപാരികളും ഒക്കെ പറയുന്ന ഒരു കാര്യം, ഗ്യാസിന് ഭയങ്കരമായ വില കൂട്ടി എന്ന് പറയുന്നു. ഗ്യാസിന് വില കൂട്ടുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, നമുക്ക് മിഡിൽ ഈസ്റ്റിൽ നിന്നായിരുന്നു ഗ്യാസ്, ഖത്തറിൽ നിന്നൊക്കെ ഗ്യാസ് നമുക്ക് ഒരുപാട് കിട്ടിക്കൊണ്ടിരുന്നു. അവിടെ ഇപ്പം വരുന്നില്ല സപ്ലൈ. ഇപ്പൊ ഈ ഗ്യാസ് ഇപ്പൊ സപ്ലൈ ചെയ്യുന്ന അമേരിക്കയാണ്. അവിടുന്ന് വരുന്ന ട്രാൻസ്പോർട്ടേഷൻ ചാർജും മറ്റുള്ള കാര്യങ്ങളും എല്ലാം കൂടുതൽ തന്നെയാണ്. അപ്പോൾ ആ തുക ഒരിക്കലും സർക്കാരിന് വഹിക്കാൻ കഴിയില്ല. കാരണം സബ്സിഡി ഒന്നും കൊടുത്ത് ഇവിടെ എത്തിക്കാൻ കഴിയില്ലല്ലോ. ആ തുക എണ്ണ കമ്പനികൾക്ക് എങ്ങനെ കൊടുക്കും? അവർക്ക് മുതലാകുന്ന തരത്തിലല്ലേ അവർക്ക് ചെയ്യാൻ കഴിയും. അപ്പൊ സ്വാഭാവികമായിട്ട് അവരത് ചെയ്യുന്നു. പിന്നെ നമുക്ക് ആശ്വാസകരമായ ഒരു വാർത്ത, കഴിഞ്ഞ ദിവസം ഈ എഥനോളിന്റെ സ്റ്റൗ നിതിൻ ഗഡ്കരി പുറത്തിറക്കിയിട്ടുണ്ട്. പിന്നെ അതിനും ചില പോരായ്മകളുണ്ട്. കാരണം ഈ എഥനോൾ അവൈലബിലിറ്റി ഭയങ്കര പ്രശ്നമാണ്. നമ്മുടെ ഇവിടെയൊക്കെ എത്ര എഥനോളിന്റെ പമ്പുകളുണ്ട് എന്നുള്ളതും ഒരു വിഷയം തന്നെയാണ്. അപ്പോൾ അതുമൊക്കെ വരേണ്ടതായിട്ടുണ്ട്. കാരണം നമുക്കിപ്പോ ഇതിനകത്ത് ആരെയും കുറ്റപ്പെടുത്താൻ പറ്റില്ല. ഇതിനകത്ത് ആരെയാണ് നമ്മൾ കുറ്റപ്പെടുത്തുക? നമ്മുടെ രാജ്യത്തെ കുറ്റപ്പെടുത്താനേ പറ്റില്ല. കാരണം ഈ രാജ്യത്ത് തന്നെ ഉൽപാദനമില്ലാത്ത ഇപ്പൊ കേരളത്തിൽ കുങ്കുമപ്പൂവിന്റെ പ്രൊഡക്ഷൻ വേണമെന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? പ്രൊഡക്ഷൻ നടക്കുന്നത് കാശ്മീരിലാണ്. ഇവിടെ തന്നെ അത് വേണമെന്ന് പറഞ്ഞാൽ കാശ്മീരിൽ മഞ്ഞുവീഴ്ച ഉണ്ടായോ വരൾച്ച ഉണ്ടായോ കുങ്കുമപ്പൂ എത്താൻ സാധ്യതയില്ല. കാശ്മീരിൽ നിന്ന് മാത്രമല്ല, ഇറാനിൽ നിന്നും മറ്റുമൊക്കെ നമ്മളിവിടെ കുങ്കുമപ്പൂ അഫ്ഗാനിസ്ഥാനിൽ നിന്നൊക്കെ ഇറക്കുന്നുണ്ട്. തുർക്കിയിൽ നിന്നൊക്കെ മുമ്പ് വരുമായിരുന്നു.
അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് സാഹചര്യങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അപ്പൊ ഓരോ സ്ഥലത്തിനും നമുക്ക് തന്നെ അറിയാം, നമ്മുടെ അയൽ സംസ്ഥാനത്ത് ഈ പച്ചക്കറികൾക്കും മറ്റുമൊക്കെ ക്ഷാമം നേരിടുമ്പോൾ നമുക്ക് കേരളത്തിനെ സംബന്ധിച്ച് അത് വലിയ ബുദ്ധിമുട്ടാണ്. ഒന്നിനും അവിടുത്തെ കോഴി കർഷകർ ഒരു പ്രാവശ്യം സമരം ചെയ്തപ്പോൾ ഇവിടെ മുട്ടയില്ലായിരുന്നു, ഓംലെറ്റ് നമ്മൾ കഴിച്ചിട്ടില്ല, എത്ര ദിവസം നമ്മൾ ഓംലെറ്റ് കഴിക്കാതിരുന്നു. തട്ടുകടകളിലൊക്കെ ചെല്ലുമ്പോൾ അവർ മുട്ട വന്നിട്ടില്ല എന്ന് പറയും. അപ്പൊ കോയമ്പത്തൂർ നിന്ന് വരാനുള്ള ലോറിക്കാരുടെ സമരമൊക്കെ വരുമ്പോൾ നമ്മൾ അതിന്റെ പ്രതിസന്ധി നേരിട്ടുണ്ട്. അതേ പ്രതിസന്ധി തന്നെയാണ് ഇതിനുമുള്ളത്. ഒരു സാമാന്യ ലോജിക്കാണ്. അതിനകത്തിപ്പോ മോദിയെ തെറി വിളിച്ചുകൊണ്ട് വിളിക്കാം, കുഴപ്പമൊന്നുമില്ല. പക്ഷെ വിളിച്ചുകൊണ്ട് അതിനപ്പുറത്തേക്ക് കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. ഇതൊരു യാഥാർത്ഥ്യമാണ്, മനസ്സിലാക്കണം. ഇപ്പോൾ പറയുന്നത് ഈ മാസം അവസാനത്തോടു കൂടി യുദ്ധം അവസാനിപ്പിക്കും എന്നാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. അതിനുള്ള ചർച്ചകളൊക്കെ പുരോഗമിക്കുന്നു എന്ന് പറഞ്ഞ് എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ ഈ വാക്കിനെ ഞാനും വിശ്വസിക്കുകയാണ്. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, ഇറാന്റെ ഒരു ആവശ്യം അവർ അംഗീകരിച്ചല്ലോ, ഏതാ ഈ ലെബനനിലെ വെടിനിർത്തൽ. അത് അംഗീകരിച്ച സ്ഥിതിക്ക് ഇനിയിപ്പം കുറച്ചുകൂടെ സ്റ്റെപ്പ് ഓപ്പൺ ആയിട്ടുണ്ട് കുറച്ചുകൂടെ. അപ്പൊ ഇനി അടുത്തടുത്ത ഓരോ ഘട്ടങ്ങളിൽ എന്താകും എന്നുള്ളതാണ് ഇനി നോക്കേണ്ടതായ വിഷയം.